ഹായ്, അമ്മയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് വിഷു ഷൂട്ടാണേ. മറ്റന്നാളാണ് വിഷു ഷൂട്ട്. ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് വിളിച്ചു. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ കുറച്ച് ദിവസം കൊണ്ടേ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷു ഷൂട്ടിന് ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ ഉപയോഗിച്ച ഡ്രസ്സുകളും ഉപയോഗിച്ച പിന്നെ കോസ്റ്റ്യൂംസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പർച്ചേസ് ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഷോപ്പുകളിലേക്കാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ വേണ്ടി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. അമ്മയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര ഇടവഴിയും ആണ് കേട്ടോ. വീട്ടിലോട്ട് ഇറങ്ങി വരാൻ വണ്ടി വെക്കാൻ താഴോട്ടൊക്കെ കൃത്യമായിട്ട് റോഡില്ല. അപ്പൊ പറ്റുന്ന വഴിയിലൂടെയൊക്കെയാണ് ഇറങ്ങുന്നത്. സാരി ബ്ലൗസുമാണ് ചൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ അതിന് മേടിച്ച് ഡ്രസ്സും യൂസ് ചെയ്യാന്നുണ്ട് വിചാരിച്ചിട്ടുണ്ട്. ശിവചേച്ചി, എനിക്ക് സാരി വേണേ. വിഷുവിന് സാധാരണ എല്ലാവരും സെറ്റ് സാരിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഏതെടുക്കണമെന്നുള്ളത് ഭയങ്കര ഫ്യൂഷനാണ്. നല്ല ഭംഗിയല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ചൂസ് ചെയ്തത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഒരുങ്ങിയതിന് ശേഷമുള്ളത് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മേടിക്കാം. ഇതിന് മേടിച്ചിട്ടുള്ള മാലയും കമ്മലും വളയും ബാക്കി എന്തൊക്കെ വേണോ അതെല്ലാ സാധനങ്ങളും അമേലിയെന്ന്, കരമനയുള്ള അമേലിയെന്ന് ചൂസ് ചെയ്യാം. ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് റെഡ് ബുൾ കുടിക്കാന്ന് വിചാരിച്ചു. ഈ റെഡ് ബുള്ളൊക്കെ കുടിച്ചൊന്ന് തീർത്തിട്ട് ശോഭാസിന്ന് വിട പറയുന്നു. അടുത്ത് പോകുന്നത് ബ്ലൗസ് തയ്ക്കുന്ന സ്ഥലത്തേക്ക്. അല്ല, അടുത്ത് പോകുന്നത് അമേലിയയിലാണ്. അമേലിയയിൽ പോയി ആ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ അമേലിയയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്ഥിരം എല്ലാ പ്രോഗ്രാമിനും ഞാൻ ഇവിടെ വന്നിട്ടാണ് കോസ്റ്റ്യൂംസിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുന്നത്. അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് വെച്ചിട്ട് കളക്ട് മാച്ച് സെലക്ട് ചെയ്യാനാണ് പോലെ എടുത്തോ. വിഷു ആ ഷൂട്ടിനെ ഇതില് ലാസ്റ്റ് പച്ചയുണ്ട്. വ്ലോഗിലുണ്ട് കേട്ടാ. വ്ലോഗ് എടുത്തോണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഇടുന്നതിന് വ്യത്യസ്തമായിക്കോട്ടെ. സാധാരണ ആണ്, പക്ഷെ ഇതിന് ലോക്കറ്റ് ഇല്ല. ഒന്നാമത്തെ സംഭവം ഇതിനൊരു ലോക്കറ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഭംഗി ഇതാണ്. ഇത് കൊള്ളാം. ഇതല്ലേ ചേരുന്നേ? അടിപൊളിയല്ലേ? അത് മതി. കളറും ഒരുപോലെ, രണ്ടും സെയിം ആയി. അല്ലെങ്കിൽ രണ്ടും ഒരാള് പാറശാല ഒരാള് കോഴിക്കോട് വന്നായിരിക്കും. അതെ, ജിംക ഗ്രീൻ തന്നെ വരണം. ആയിക്കോട്ടെ, എല്ലാം ഗ്രീൻ ആയിക്കോട്ടെ. കൺഫ്യൂഷൻ. ഇത് നോക്കി, ഈ ഗ്രീൻ ഓക്കെ. ഇത് നോക്കിയേ, ഇത്രയും വലുത് വേണോ? വലുത് ഇടുമല്ലോ സാധാരണ. ഇവിടെ കമ്പെടുക്കുമ്പോ വലുത് ഇടും. ഞാൻ ചോദിക്കുന്നത് വെച്ച് നോക്ക്, ജസ്റ്റ് വെച്ച് നോക്ക്. ആ മാല ഇതും കൂടി ഇട്ട് നോക്കും. പക്ഷെ മാലയുടെ കളർ വേറെയാ, ഡിഫറെന്റ്. അതെ അതെ, മാലയുടെ അതേ മാലയുടെ കളർ ഡിഫറെന്റ് വരുമ്പോ ഇതും ഡിഫറെന്റ്. എല്ലാം കൂടെ മൊത്തത്തിലൊരു ഡിഫറെന്റ് ആയി. ഞാൻ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇപ്പം മാല നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അതിന് മേടിച്ച് തന്നെ കമ്മലും വേണം. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാടുണ്ട്, ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന് ഏത് ബെറ്റർ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാല ഇവിടെ കയ്യിലെടുത്ത് കൊണ്ടുപോകാം. പക്ഷെ ഭയങ്കര ഹെവി ആയി പോയി. ഇത് ഹെവിയുടെ കാര്യമല്ല,
ഇത് കൊള്ളാം. ചേരുമല്ലോ. ഇട്ട് നോക്ക്, രണ്ടും കൂടെ ഇട്ട് നോക്ക്. ഇതാ ഇത് ഗ്രീൻ ഉണ്ട് ആ സാരിയുടെ അതേ വെറൈറ്റി ഗ്ലാസ് ഇല്ലേ. അതെ. അപ്പൊ ഞാൻ എങ്ങനെ മാലയും കട്ടി ഞാൻ എങ്ങനെ മാലയും കമ്മലും ചൂസ് ചെയ്തു. എന്റെ ചേച്ചിയാണ്, ഈ ചേച്ചിയാണ് എടുക്കുന്നത്. ചേച്ചി ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അനിത ചേച്ചിയാണ്. എപ്പോ വന്നാലും അനിത ചേച്ചിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. ഞാൻ വരുമ്പോ ഓടി വരും കേട്ടോ ചേച്ചി. ഭയങ്കര ഇഷ്ടമാണ് എന്നെ, അതിന് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു. എപ്പോഴും ഏത് പ്രോഗ്രാമിനും ചേച്ചിയാണ് എനിക്ക് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് തരുന്നത്. അത് എന്റെ കോസ്റ്റ്യൂമിനനുസരിച്ച് ഞാൻ അതെടുത്താൽ പറയും മോളെ അത് കൊള്ളത്തില്ല, അതിലുണ്ട്, ഇതാണ് നല്ല ചേരുന്നതെന്നൊക്കെ പറയും. അപ്പം ഒരാള് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനുള്ളപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും അമേലിയയിൽ വരുന്നത്. ബോക്സ് കിട്ടാറുണ്ട്, വീട്ടിൽ കുറേ ബോക്സ് ഇരിപ്പുണ്ട്. ചുമ്മാ ഇട്ടാ എല്ലാ ബോക്സും ഞാൻ തിരിച്ച് ഏൽപ്പിക്കാറുണ്ട്. ചുമ്മാ ഞാൻ തിരിച്ചു കൊണ്ട് വരാറുണ്ട്. കണ്ടോ, പാക്കിങ് തന്നെ അടിപൊളിയല്ലേ. അമേലിയ അങ്ങനെ ഞാൻ വിശന്ന് കറങ്ങിയെത്തി. തോരൻ, ബീട്രൂട്ട് തോരൻ ഇന്നത്തെ സ്പെഷ്യലാണേ. ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മുടെ കൊഞ്ച് തീയലാണ്. കൊഞ്ച് തീയല്, കൊഞ്ച് കണ്ടോ, നല്ല കൊഞ്ചാണ് കേട്ടോ. നല്ല പച്ച കൊഞ്ച് കിട്ടിയായിരുന്നു കേട്ടോ ആ കൊഞ്ച് തീയല്. അതുപോലെ തന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാർ വരുന്നു. അപ്പം ഊണിനും ആ സാമ്പാർ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. നല്ല ഉപയോഗിക്കാം, സൂപ്പർ സാമ്പാർ, നല്ല കട്ടിയുള്ള സാമ്പാർ. പിന്നെ കൊഞ്ച് ഫ്രൈ, ഇതില്ലാത്ത ഇതില്ല. ഫ്രൈ എല്ലാ ദിവസവും ഫ്രൈ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് ഇപ്പൊ കുട്ടികളെ വരുന്നത്. എല്ലാരും പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വണ്ണം വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ കാണുമ്പം എന്തായാലും കഴിച്ചു പോകും. ആരാ കഴിക്കാത്ത? ചോറ് കണ്ട ഇത്രയും ചോറ് വേണം. സാധാരണ പറയും കുറച്ച് ചോറേ കഴിക്കാവുന്നത്. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഡയറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വിശന്ന് കറങ്ങി കരിഞ്ഞു വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഞാനൊന്ന് ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ നാളെ ഓഫ് എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിക്കട്ടെ കേട്ടോ. ബൈ ബൈ. പക്ഷെ ഇതിനിടെ തയ്യക്കടയിൽ കയറിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല തിരക്കാണ്, ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ സാരിയൊക്കെ കൊടുത്ത്, പിന്നെ ഏത് മോഡൽ ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ചേച്ചി ഇത് വരച്ച് കൃത്യമായി വെച്ചിട്ടുണ്ട്. നാളെ അത് ക്ലിയർ തരും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ബ്ലൗസ് കിട്ടും. അപ്പൊ മറ്റന്നാളാണ് നമ്മുടെ വിഷു ഷൂട്ട്. രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്കൊക്കെ 6 മണിക്ക് മുമ്പ് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെള്ളായണിയിലാണ് ഷൂട്ട് നമ്മൾ എല്ലാം ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. അമയ വേൾഡ് ഇനി ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ബൈ ബൈ.